ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് 1857 റിവോൾട്ട്. PSCയിൽ നിരന്തരം ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് 1857 റിവോൾട്ട്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയാം. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവിടെ ചോദിക്കുക സാധാരണ നോർമൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൂടാതെ മാച്ച് ദ ഫോളോവിങ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഓരോ ലീഡേഴ്സ് ഉണ്ട്. അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് 1857 റിവോൾട്ട് നയിച്ച ഓരോ നേതാക്കന്മാരും അതിന്റെ സ്ഥലവും. അതുകൂടാതെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളും ആ രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചത് പല പ്രാവശ്യങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് 1857 പറ്റിയുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 1857 കലാപം അറിയപ്പെടുന്നത് ഏതായിരിക്കാം? നമുക്ക് ശിപായി ലഹള എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? ശിപായി ലഹള, അല്ലെങ്കിൽ പല പേരുകളിൽ നമുക്ക് ഇതിനെ അറിയപ്പെടും. ഇതിനെ ചപ്പാത്തി ലഹള എന്ന് വിളിക്കും. ചപ്പാത്തി ലഹള. അതുകൂടാതെ ശിപായി ലഹള, 1857 മഹത്തായ വിപ്ലവം, അങ്ങനെ പല പേരുകളിൽ നമുക്ക് 1857 റിവോൾട്ടിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇത് ആരംഭിക്കുന്നത് 1857 ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് പഠിക്കണം. മീററ്റിൽ നിന്നാണ്. മീററ്റിൽ നിന്നാണ് 1857 മെയ് 10 മീററ്റിൽ നിന്നാണ് എന്താരംഭിക്കുന്നത് 1857 റിവോൾട്ട് ആരംഭിക്കുന്നത്. ഇനി അവിടെ നിന്ന് ആരംഭിച്ച് ഡൽഹിയിലേക്ക് കലാപകാരികൾ പോവുകയാണ്. എന്നിട്ട് ഡൽഹി പിടിച്ചെടുക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് വാഴിക്കുകയും ഡൽഹിയുടെ ആ ഒരു നേതാവായിട്ട്, അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ നേതാവായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അവിടെ നിന്നാണ് 1857 കലാപം ആരംഭം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വേഴ്സ് നോക്കിക്കോളുക. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? നാനാ സാഹിബ് കാൺപൂരാണ്. 1857 റിവോൾട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത് നാനാ സാഹിബ് ആണ്. അതുകൂടാതെ നമുക്ക് അവിടെ ഒത്തിരി നേതാക്കന്മാരെ പഠിക്കണം. താന്തിയ തോപ്പി, അസിമുള്ള ഖാൻ, മൗലവി അഹമ്മദ് ഷാ, അങ്ങനെ ഒത്തിരി അധികം നേതാക്കന്മാരെ, ഝാൻസി റാണി അടക്കമുള്ള നേതാക്കന്മാരെയും അവരെവിടെയാണ് നേതൃത്വം വഹിച്ചത്, ഇന്ത്യയിലെ ഏത് ഏരിയയിലാണ് നേതൃത്വം വഹിച്ചതും എന്നുകൂടി പഠിച്ചേക്കണം. അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്? നാനാ സാഹിബ് നേതൃത്വം വഹിച്ചത് അത് എവിടെയാണ്? കാൺപൂരിലാണ്. ഇത് ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ടും ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതെന്നാണ് ചോദിക്കുന്നത്. 1858 ആണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണിയും 1857 റിവോൾട്ടില് റാണി ലക്ഷ്മിബായി, അല്ലെ? അപ്പൊ ഝാൻസി റാണിയും 1857 വിപ്ലവം നയിച്ച പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് എടുത്തു പറയുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് മുഗൾ ചക്രവർത്തി. ഡൽഹിയിൽ വരികയും ഡൽഹി കലാപകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും പിന്നീട് ഡൽഹിയിലെ നേതാവായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ വാഴിക്കുകയും മുഗൾ ചക്രവർത്തിയായിട്ട്, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് കലാപകാരികളും വാഴിക്കുകയും ചെയ്ത ഒരു രാജാവ് എന്ന് പറയുന്നത്, ഈ മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? ലക്നൌവിൽ നേതൃത്വം കൊടുത്ത ആരാണ്? അവിടെ ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്. അപ്പോ ഇത് പഠിക്കണം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്. ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് ഒരു മാച്ച് ദ ഫോളോവിംഗ്, അല്ലെങ്കിൽ ഒരു എ വിഭാഗത്തിൽ നിന്ന് ബി വിഭാഗത്തിന്റെ ആ ഒരു എന്താണ് എയും ബിയും, ആ ഒരു ബി കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നവരിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. അപ്പൊ ഇവിടെ കാൺപൂരിലെ നാനാ സാഹിബാണ് നേതൃത്വം വഹിക്കുന്നത്. അപ്പൊ ആറയിൽ ആര് എന്നാണ് ചോദിക്കുന്നത്. ഇനി ഡൽഹിയിലെ ബഹദൂർ ഷാ ആണ് എങ്കിൽ, ബഹദൂർ ഷാ രണ്ടാമനാണെങ്കിൽ ബറൌട്ടിൽ ആര് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? കൻവർ സിംഗും ഷാമലും, അല്ലെ? അപ്പൊ ബീഹാറിലെ ആറയില് നേതൃത്വം വഹിക്കുന്നത് ആരാണ്? കൻവർ സിംഗ് ആണ്, അല്ലെ? കൻവർ സിംഗും. ഇനി ബറൌട്ടിൽ നേതൃത്വം വഹിക്കുന്നത് ആരാണ്? ഷാമലു ആണ്, അല്ലെ? ഷാമലു ആണ് നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ ഓരോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 1857 റിവോൾട്ടിന്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് കുറച്ചധികം സമര നേതാക്കന്മാര്. നാനാ സാഹിബ്, അതുകൂടാതെ ബഹദൂർ ഷാ,
അങ്ങനെ ഒത്തിരി അധികം നേതാക്കന്മാരെ അവിടെ പഠിച്ചു വെക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോവിംഗ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. നോക്കിക്കേ, 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ, ഷാമൽ, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത് മഹൽ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ബഹദൂർ ഷാ രണ്ടാമൻ നമുക്കറിയാം, കുറച്ചു മുന്നേ പറഞ്ഞു എവിടെയാണ്? ഡൽഹിയിലാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഷാമൽ എവിടെയാണ്? ബറൌട്ടിലാണ് അല്ലെ. ബറൌട്ടിലാണ് ഷാമൽ വരുന്നത്. ഇനി നെക്സ്റ്റ് മൗലവി അഹമ്മദുള്ള വരുന്നത് ഫൈസാബാദിലാണ്. ഇനി ബീഗം ഹസ്രത് മഹൽ വരുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ഏതാണ്? ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയും, ഷാമൽ ബറൌട്ട്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത് മഹൽ ലക്നൌ. അപ്പൊ ഇതിങ്ങനെ മാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെയുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരെല്ലാം എന്നാണ് ചോദിക്കുന്നത്. നാനാ സാഹിബ്, ഝാൻസി റാണി, ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഇവിടെ നമുക്കറിയാം ബഹദൂർ ഷാ രണ്ടാമനെ അറിയാം അല്ലെ, ഡൽഹിയിൽ നേതൃത്വം കൊടുത്തു എന്നറിയാം. ബാക്കി ആരൊക്കെ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒറ്റ അടിക്ക് നമുക്ക് നോക്കിയാൽ അറിയാം ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് നമ്മൾ കുറച്ച് മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞു അല്ലെ. ക്വസ്റ്റ്യൻസിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അത് അറിയാം നമുക്ക്. ഇനി പക്ഷെ നമുക്ക് ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ആയിരിക്കില്ല അവിടുത്തെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. 1-2 ആളുകൾ നമുക്കവിടെ ലീഡേഴ്സ് ആയിട്ട് വരും. ഇനി അതുകൂടാതെ ഒരാൾ തന്നെ പല ഏരിയാസിലും ലീഡേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അതും അവിടെ പഠിച്ചു പോകണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? 3ഉം 4ഉം. ജനറൽ ഭഗത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് 1857 വിരുദ്ധ കലാപത്തില് ഡൽഹിയിൽ നേതൃത്വം വഹിച്ചത്. ഈ പോയിന്റ് ഇവിടെ ഓർത്ത് വെക്കണം, ഡൽഹിയിൽ നേതൃത്വം വഹിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിനി കാരണങ്ങളിലേക്ക് വരാം, എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. ഏതൊക്കെയായിരിക്കാം ഇവിടെ വരുന്നത്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. ഏതാണ് ഇവിടെ? ഇവയെല്ലാം വരും അല്ലെ. എന്തുകൊണ്ടാണ് ഇവയെല്ലാം വരുന്നു എന്ന് പറയുന്നത്? ശിപായി ലഹളയാണ് എന്നാണ് പൊതുവെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ബ്രിട്ടീഷുകാര് 1857 വിളിക്കുന്നത് അല്ലെ, ശിപായി ലഹള. അതുകൂടാതെ 1857 മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ ഇന്ത്യൻസ് ആണ് വിളിക്കുന്നത് അല്ലെ. ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇനി എന്താണ് ഇതിനുള്ള റീസൺ? അതായത് ഈ ബ്രിട്ടീഷുകാരുടെ വെർഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? ശിപായിമാരുടെ ഇടയിൽ രൂപം കൊണ്ട ഒരു സമരം എന്നാണ്, അല്ലെങ്കിൽ ഒരു വിപ്ലവം. അങ്ങനെയായിട്ടാണ് ഈ ബ്രിട്ടീഷുകാർ കാണുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രകാരന്മാർ അങ്ങനെയല്ല കാണുന്നത്. അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെ. 1857 റിവോൾട്ടിന് അല്ലെങ്കിൽ ഒരു മഹത്തായ വിപ്ലവമൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇനി ഇതിനുള്ള റീസൺ വരുന്നത് നമുക്കറിയാം. ഈ സിപ്പായി ഓൾറെഡി നമുക്ക് ശിപായിമാരുടെ ലഹള അല്ലെങ്കിൽ ശിപായിമാരുടെ ഇടയിലാണ് രൂപം കൊണ്ടത്. അതിന് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഒക്കെ പറയാനുണ്ട് അല്ലെ. അതൊക്കെ അറിയാം. പുതിയൊരു എൻഫീൽഡ് തോക്ക് റിലീസ് ചെയ്തു. അതിന്റെ തിര നിറക്കണമെങ്കിൽ അതിന്റെ അകത്തുള്ള ഒരു കവറിങ് കടിച്ചു പൊടിച്ചു വേണം തിര നിറയ്ക്കാൻ അല്ലെ. അപ്പൊ അത് മൃഗങ്ങളുടെ കൊഴുപ്പ് പുരട്ടിയതാണ് എന്നുള്ളൊരു കിംവദന്തി വരുന്നു. അതായത് ഈ പശുവിന്റെയും പന്നിയുടെയും മാംസം അതിന്റെ കൊഴുപ്പ് പുരട്ടിയതാണ്. അത് ഓൾറെഡി നമുക്ക് ഹിന്ദു മുസ്ലിംസിന്റെ ഇടയിൽ അത് ഒരു വിരുദ്ധമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കിംവദന്തി പരക്കുകയും അതിനെ ബേസ് ചെയ്തിട്ടാണ് പെട്ടെന്നൊരു ലഹള പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തത്. ഇനി ഇവിടെ രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഝാൻസി റാണി അടക്കമുള്ള ഒത്തിരി അധികം ആളുകൾ അല്ലെങ്കിൽ ഒരു രാജവംശത്തിൽപ്പെട്ടവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായിരിക്കാം അതിന് റീസൺ ആയിട്ട് വരുന്നത്? അവിടെ നമുക്കറിയാം ദത്താവകാശ നിരോധന നിയമം അല്ലെ. ദത്താവകാശ നിരോധന നിയമം എന്നൊരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. അത് എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം ദത്ത് നൽകപ്പെട്ട മക്കൾക്ക് അല്ലെങ്കിൽ പുത്രൻ ഓർ പുത്രിക്ക്
പിന്നീടുള്ള രാജ്യാവകാശം ഇല്ല, പിന്നീട് ആ ഒരു രാജ്യത്തിലുള്ള അവകാശമില്ല. അത് ആരിലേക്കാണ് പോകുന്നത്? ഓട്ടോമാറ്റിക്കലി ബ്രിട്ടീഷുകാരിലേക്കാണ് വരുന്നത്. അപ്പൊ അതിനെയാണ് ദത്താവകാശ നിരോധന നിയമം. ഇതിനെതിരായിട്ടാണ് നാനാ സാഹിബ് അതുപോലെ തന്നെ ഝാൻസി റാണി അടക്കമുള്ളവര് ഇതിനെതിരെ രാജാക്കന്മാർ ഇതിലൊക്കെ പങ്കെടുത്തത്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മെയിനായിട്ട് രാജാക്കന്മാരുടെ പ്രശ്നമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. അത് കൂടാതെ നമുക്കറിയാം ശിപായിമാരുടെ ഇടയിലും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതല്ലാതെ തന്നെ ഒരു മതപരമായിട്ടല്ലാതെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ ശിപായിമാർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹൈക്ക് കൊടുക്കുകയോ അതൊന്നും തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. അവരെ അടിച്ചമർത്തുന്ന ഒരു നയമായിരുന്നു അവിടെ കൊണ്ടുവന്നിരുന്നത്. അതുകൂടാതെ ബ്രിട്ടീഷുകാരുടെ ഒരു ടാക്സിങ് സിസ്റ്റം, ഇതിനൊക്കെ എതിരെ എന്താണ് സാധാരണക്കാരായ കർഷകരും കരകൗശല തൊഴിലാളികള് ഇവരെല്ലാം അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ശിപ്പായി മ്യൂട്ടണി മാത്രമായിട്ട് നമുക്കതിനെ പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അപ്പൊ നമുക്കറിയാം ഡ്രൈവർ കമോയെ എക്സാം എടുത്തിരിക്കുകയാണ് അല്ലെ. നമുക്കിതിൽ ഒരു 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റാങ്കിനായിട്ട് നമുക്ക് പഠിക്കാം. നമുക്കിപ്പോൾ ആ ഒരു 30 ദിവസം എന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ, ഈ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഇവിടെ നമുക്ക് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് വീക്കിലി ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, എക്സാംസുകൾ, അതുകൂടാതെ നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ദിവസവും പഠിച്ചു പോകുന്നത്. ഇനി എക്സാം എടുക്കാറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താണ് എക്സാംസുകൾ, മോഡൽ എക്സാംസുകൾ തരുന്നുണ്ട്. അതുകൂടാതെ ബൂസ്റ്റർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് 8089200474 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളാം. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും തെറ്റായ പ്രസ്താവന? 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവന വരുന്നത് അല്ലെ. 1ഉം 2ഉം. അപ്പോ ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണോ? ബീഗം ഹസ്രത് മഹൽ ആണ് അല്ലെ. ബീഗം ഹസ്രത് മഹൽ. ഇനി ഫൈസാബാദില് വിപ്ലവം നയിച്ച ആരാണ്? നവാബ് വാജിദ് അലിയാണോ? അല്ല, മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. മാച്ച് ദ ഫോളോവിങ് അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും അവിടെ ചോദിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക. ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ച കുറച്ച് നേതാക്കന്മാരാണ്. പ്രധാനമായിട്ട് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. ഇവിടെ ഓർത്തു വെക്കണം. ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭഗത് ഖാനുമാണ് നേതൃത്വം വഹിച്ചത്. ഇനി കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ ജനറൽ ആണ് അല്ലെ. സൈനിക ജനറൽ ആയിട്ട് അറിയപ്പെടുന്നതാണ് താന്തിയ തോപ്പി. നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. അതുകൂടാതെ അസിമുള്ള ഖാനുമാണ് കാൺപൂരില് നേതൃത്വം വഹിച്ചത്. അപ്പൊ ഇവിടെ ഓർത്തു വയ്ക്കണം, കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബ്, താന്തിയ തോപ്പി, അസിമുള്ള ഖാൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്വാളിയാറിലാണ്. ഗ്വാളിയാറില് റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി. രണ്ടുപേരാണ് ഗ്വാളിയാറിലെ റാണി ലക്ഷ്മിബായി, നമ്മുടെ ഝാൻസി റാണി അല്ലെ, താന്തിയ തോപ്പി. അപ്പൊ രണ്ടുപേരാണ് ഗ്വാളിയാറിലെ നേതൃത്വം വഹിച്ചത്, റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി. ഇനി ബുന്ദേൽഖണ്ഡിൽ നേതൃത്വം വഹിച്ച ആരാണ്? ബുന്ദേൽഖണ്ഡിലും ഝാൻസിയിലും ഔദിലും നേതൃത്വം വഹിച്ച ആരാണ്? ബുന്ദേൽഖണ്ഡ്, ഝാൻസി, ഔദ്. അത് റാണി ലക്ഷ്മിബായി ആണ്, നമ്മുടെ ഝാൻസി റാണി തന്നെയാണ് അല്ലെ. ബുന്ദേൽഖണ്ഡിലും ഝാൻസിയിലും ഔദിലും നേതൃത്വം വഹിച്ചത് റാണി ലക്ഷ്മിബായി ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് വരുന്നത് ഫിറോസാബാദ് ആണല്ലേ. ഫിറോസാബാദില് മൗലവി അഹമ്മദ് ഷായാണ് നേതൃത്വം വഹിച്ചത് അല്ലെ. മൗലവി അഹമ്മദ് ഷാ. ഇനി ആഗ്ര, അയോധ്യ എന്നിവിടങ്ങളിലെ ബീഗം ഹസ്രത് മഹലാണ് നേതൃത്വം വഹിച്ചത്. ലക്നൌവിലും ആര് തന്നെയാണ്? ബീഗം ഹസ്രത് മഹലാണ് അല്ലെ. ലക്നൌവിലും ബീഗം ഹസ്രത് മഹൽ തന്നെയാണ് നേതൃത്വം വഹിച്ചത്. ഔദിലും ആര് നേതൃത്വം വഹിച്ചിട്ടുണ്ട്? ബീഗം ഹസ്രത് മഹൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഇനി അതുകൂടാതെ നെക്സ്റ്റ് വരുന്നത് ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ ആണ് നേതൃത്വം വഹിച്ചത്. അതുകൂടാതെ ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള നേതൃത്വം വഹിക്കുന്നുണ്ട്. അതുകൂടാതെ മാൻഡസോറില് ഫിറോസ് ഷായാണ് നേതൃത്വം വഹിക്കുന്നത്.
ഫിറോസ് ഷായാണ് നേതൃത്വം വഹിക്കുന്നതെങ്കിൽ മുറാദാബാദിലെ മൗലവി ലിഖായത്ത് അലിയാണ് നേതൃത്വം വഹിക്കുന്നത്. മൗലവി ലിഖായത്ത് അലി, മുറാദാബാദിലെ മൗലവി ലിഖായത്ത് അലിയാണ് നേതൃത്വം വഹിക്കുന്നത്. ഇനി അതുകൂടാതെ മധുരയിലെ ദേവി സിംഗ് ആണ് നേതൃത്വം വഹിക്കുന്നത്. അലഹബാദിലെ മൗലവി ലിഖായത്ത് അലി നേതൃത്വം വഹിക്കുന്നുണ്ട്. ഹരിയാനയിലെ റാവു തുലറാമാണ് നേതൃത്വം വഹിക്കുന്നത്. ഇനി കോട്ട, രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ജയ്ദയാൽ ഹർദയാലാണ് നേതൃത്വം വഹിക്കുന്നത്. ആസാമിലെ ദിവാൻ മണിറാമും മീററ്റിലെ ഖദ്ദം സിംഗുമാണ് നേതൃത്വം വഹിക്കുന്നത്. മീററ്റിലെ ഖദ്ദം സിംഗ്. ഇനി അതുകൂടാതെ ബീഹാറിലും ജഗദീഷ്പൂരിലും അല്ലെ കൺവർ സിംഗ് ആണ് നേതൃത്വം വഹിക്കുന്നത്. ബീഹാറിലും ജഗദീഷ്പൂരിലും കൺവർ സിംഗ് നേതൃത്വം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവര് നേതൃത്വം വഹിച്ച കുറച്ച് പ്രദേശങ്ങളും ഇന്ത്യയിലെ. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് കൂടാതെ എന്തൊക്കെയാണ് അവിടുത്തെ സംഭവവികാസങ്ങളെന്നും ഈ നാനാ സാഹിബ്, താന്തിയ തോപ്പി ഇവരെയൊക്കെ പറ്റിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.